ഇന്നും എഫേസ്യ ലേഖനത്തിൽ നിന്ന് തന്നെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത്. പൗലോസ്ലീഹായ്ക്ക് സ്വർഗത്തിലെ ദൈവം കൊടുത്ത വളരെ അഗാധമായ വെളിപ്പാടുകളുടെ ഒരു നേർചിത്രമാണ് എഫേസ്യ ലേഖനം. പൗലോസിന്റെ ലേഖനങ്ങൾ എന്ന് പറയുന്നത് പൗലോസിന് ദൈവം കൊടുത്ത വെളിപ്പാടുകളിൽ നിന്ന് പുറത്തു വന്ന കത്തുകളാണ്. ആ ലേഖനങ്ങളുടെ എല്ലാം ആധാരം എന്ന് പറയുന്നത് വെളിപ്പാടാണ്. ആ വെളിപ്പാടുകളുടെ പൂർണ്ണത ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണതയിൽ സ്വീകരിക്കാൻ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതക്രമം, അദ്ദേഹം നടത്തിയ ആത്മയുദ്ധം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, ഇതെല്ലാം കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് പൗലോസിന് ലഭ്യമായ വെളിപ്പാടുകളുടെ ആകെത്തുക നമുക്ക് കിട്ടുന്നത്. എന്തിനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ കർത്താവ് വെളിപ്പാടുകൾ കൊടുത്തത് എന്ന് ചോദിച്ചാൽ, വളരെ ശക്തനായ ഒരാത്മ മനുഷ്യനെ വെളിപ്പെടുത്താൻ. അതിനെക്കുറിച്ചൊക്കെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമായ ചിന്തകളാണ്. എന്നാൽ ഇന്ന് പകലത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി 3 കാര്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ നിന്ന് നമുക്കൊന്ന് എടുക്കണം. ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നു കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നു ദൈവകൃപയുടെ വ്യവസ്ഥ. 3-ാമത്തെ അധ്യായം ഏകദേശം അങ്ങ് പകുതിയിലോട്ടാകുമ്പോൾ പൗലോസ് പറയുന്നു മർമ്മത്തിൻ്റെ വ്യവസ്ഥ. ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കാലസമ്പൂർണതയുടെ വ്യവസ്ഥ. 2, ദൈവകൃപയുടെ വ്യവസ്ഥ. 3, മർമ്മത്തിൻ്റെ വ്യവസ്ഥ. അപ്പൊ വ്യവസ്ഥ എന്ന് പറയുന്ന പദം പ്രവർത്തനം എന്ന് നമുക്ക് ചിന്തിക്കാം, അവതരണം എന്ന് ചിന്തിക്കാം, പദ്ധതി എന്ന് ചിന്തിക്കാം, അതിൻ്റെ ചിട്ടയായ ക്രമം എന്ന് ചിന്തിക്കാം. ഇപ്പൊ കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കാലസമ്പൂർണതയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ക്രമം പൗലോസിന് വെളിപ്പെടുത്തും. പൗലോസിന് മനസ്സിലായി സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും യേശുക്രിസ്തുവിൽ ഒന്നായി ചേർക്കാനുള്ള ഒരു ഭയങ്കര പ്രവർത്തനം കാലസമ്പൂർണതയിൽ നടക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് രൂപം കൊടുത്ത സ്വപ്നങ്ങളാണ് പൗലോസിന് ലഭ്യമായ വെളിപ്പാട്. അപ്പൊ ഇതെല്ലാം പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പൊ നമ്മൾ ചിന്തിക്കരുത് അത് പൗലോസിന് കിട്ടിയ എന്തോ ഒരു ഭയങ്കര കൃപയാണ് എന്ന് ചിന്തിക്കരുത്. പൗലോസിന് ഇത് കൊടുത്തത് നമുക്ക് വേണ്ടി. അതുകൊണ്ട് 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു ഇത് സകല മനുഷ്യർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കൃപ കിട്ടി.
അപ്പൊ പൗലോസിന് ഇത് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രകാശിപ്പിച്ചു കിട്ടണം. അത് പ്രകാശിപ്പിച്ച് കിട്ടിയാൽ പൗലോസിന് ലഭ്യമായതുപോലെയുള്ള പ്രകാശനാണ് നമുക്ക് തരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ ചിന്തിക്കും, ദൈവമേ, പൗലോസിന് എന്തു ഭയങ്കരമായ വെളിപ്പാടാണ്, എന്തു ഭയങ്കരമായ അഭിഷേകമാണ് കിട്ടിയത്. അത് ഞങ്ങളെപ്പോലെ അല്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അത് നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള പ്രകാശനത്തിൽ നമ്മളെയും എഴുന്നേൽപ്പിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അവിടെ ആദരവോടെ പൗലോസ്ലീഹായെ കാണാം, ശ്രദ്ധിക്കാം, ബഹുമാനിക്കാം, ഒക്കെ ശരിയാണ്. എന്നാൽ അത് നമ്മളിൽ ഉണ്ടാക്കേണ്ടുന്ന ഭയങ്കരമായ ഒരാവേശം എന്ന് പറയുന്നത് തത്തുല്യമായ പ്രകാശനത്തിന് ദൈവം എന്നെ കണ്ടിട്ടുണ്ട്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും. സ്വർഗത്തിലുള്ളത് എന്താ? സ്വർഗത്തിലുള്ളത് എന്താ? കർത്താവുണ്ട്. പിന്നെ സ്വർഗത്തിലുള്ളത് എന്താ? ദൂതന്മാരുണ്ട്. ഭൂമിയിലുള്ളത് എന്താ? നമ്മൾ. അപ്പൊ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും യേശു ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയുടെ പ്രവർത്തനം. ഈ മത്തായി സുവിശേഷം നമ്മളിങ്ങനെ സാവധാനം ധ്യാനിച്ചാൽ ഒരു കൂട്ടർ മത്തായി സുവിശേഷത്തിനകത്ത് വ്യത്യസ്തരായി നിൽക്കുന്നുണ്ട്. അവർക്ക് ദൈവിക സ്വപ്നങ്ങളുണ്ട്, ദൂതന്മാരുടെ ഇടപെടലുകളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സംസാരമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൃത്യമായ നിയോഗങ്ങളുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടർ വ്യത്യസ്തമായി സഞ്ചരിക്കുന്നുണ്ട്. അവരുടെ അടുക്കൽ ദൂതന്മാർ വരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്, സ്വപ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ദൈവിക ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂട്ടർ. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്, പ്രവചനം അറിയാം, സങ്കീർത്തനം അറിയാം, ഇതെല്ലാം അറിയാം. പക്ഷേ ഇതെല്ലാം അറിയാമെങ്കിലും ഇതൊന്നും അവരെ പ്രത്യേകിച്ച് അങ്ങോട്ട് ആവേശമൊന്നും ജനിപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണം, നക്ഷത്രം കണ്ട് പുറപ്പെട്ട ജ്ഞാനികൾ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് ചോദിക്കുന്നു, രാജാവായി പിറന്നവൻ എവിടെ? രാജാവിന് അതിന് മറുപടിയില്ല. രാജാവിന് മറുപടി ഇല്ലെങ്കിലും രാജാവിനൊരു കാര്യം അറിയാം, ഇതിന് ഉത്തരം നൽകാൻ കെൽപ്പുള്ള ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. അപ്പൊ രാജാവ് വേഗത്തിൽ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ചു. എന്നിട്ട് അവരുടെ മുൻപിൽ ഈ കാര്യം വെച്ചു. രാജാവായി പിറന്നവൻ എവിടെയെന്ന് ഇവർ ചോദിക്കുന്നു. ഇവർ അവനെ നക്ഷത്രം കണ്ട് പുറപ്പെട്ടു വന്നിരിക്കുന്നെന്ന് ഇവർ പറയുന്നു. പുരോഹിതന്മാരും ശാസ്ത്രിമാരും തെല്ലും സങ്കോചമില്ലാതെ മറുപടി പറഞ്ഞു, യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് ആവർത്തിച്ചൊന്ന് വായിച്ചു നോക്കുകയും ഇവർ ഈ മറുപടി പറഞ്ഞിട്ട് അവരവിടുന്ന് പോയി. ഒരു കാര്യം അവരെടുത്തു ചോദിച്ചില്ല. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കാനുള്ള കാര്യം എന്താ? ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചക തലത്തിൽ വന്നിട്ടുള്ള ഈ അരുളപ്പാടുകൾ നിവർത്തിയായി എന്ന സൂചനയാണ് തരുന്നതെങ്കിൽ ഞങ്ങൾക്കത് കാണണ്ടേ? അങ്ങനെ ഒരു ചിന്ത പോലും അവർക്കുണ്ടായില്ല. യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് പറഞ്ഞ് അവർ മടങ്ങിപ്പോയി. എന്തേ ശാസ്ത്രി ഒന്നുകൂടെ ചിന്തിക്കാഞ്ഞത്? അങ്ങനെ പിറന്നെങ്കിൽ ഞങ്ങൾക്ക് ആ രാജാവിനെ കാണണ്ടേ? ഞങ്ങൾക്ക് ആ രാജാവിനെ നമസ്കരിക്കണ്ടേ? ഇവരെന്തിനാ വന്നത്? ഇവർ നമസ്കരിക്കാനല്ലേ വന്നേ? ഇവർ നക്ഷത്രം കണ്ടല്ലേ വന്നത്?
ഇവരാ ചോദ്യമല്ലേ ചോദിക്കുന്നത്. ഞങ്ങൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രവചന ശബ്ദത്തിൻ്റെ നിവർത്തി സംഭവിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരാവേശം ജനിപ്പിക്കണ്ടേ? ഒന്നും ഉണ്ടായില്ല. അപ്പോ യെശയ്യാ, ഹോശയ്യ, മീഖ, ഈ പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെല്ലാം ഓരോരോ അധ്യായങ്ങളിൽ നിവർത്തിയാകുമ്പോഴും ഈ പ്രവചനങ്ങൾ അറിയാവുന്നവർ ഇതൊന്നും അറിഞ്ഞില്ല. പ്രവചനങ്ങൾ നിവർത്തിയായിക്കൊണ്ടേയിരുന്നു, പക്ഷെ പ്രവചനം അറിയാവുന്നവർ നിവർത്തിയായത് അറിഞ്ഞില്ല. പിന്നെ ഇത് ആരറിഞ്ഞു? കൃപ വീണ മറിയം അറിഞ്ഞു. സ്വപ്നം കണ്ട ജോസഫ് അറിഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് ആ കാലഘട്ടത്തിൽ വിധേയപ്പെടാനായി സമർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ കൂട്ടം അറിഞ്ഞു. ആ ചെറിയ കൂട്ടമാണ് ബൈബിളിലെ ശേഷിപ്പെന്ന് പറയുന്നത്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ പുസ്തകത്തിലെ വചനം നമ്മളെ എന്തുമാത്രം ആവേശം കൊള്ളിക്കുന്നുണ്ട് ഇല്ലേ? പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തുമാത്രം ഉത്സാഹത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും ആത്മാവിൽ വിവേചിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ തലം എത്ര വിശുദ്ധന്മാരിൽ സജീവമാണ്. ഇല്ലേ, ഇത് ഒരാവേശമല്ലേ ഇത്? അത് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാര് കൈവെക്കാൻ പറയുമ്പോൾ കൈവൊക്കി, കൈതാക്കാൻ പറയുമ്പോൾ കൈതാക്കി, അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ലല്ലോ ഇത്. അകത്തെന്തോ നടക്കുന്ന ഒരു ചലനത്തിൻ്റെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ പ്രാധാന്യം. ആ കാലഘട്ടത്തിൽ കൊട്ടാരത്തിലെ രാജാവിനറിയാത്ത രാജാവായി പിറക്കുന്നവൻ എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാവുന്നവർ വളരെ ശാന്തമായി ഉത്തരം പറഞ്ഞിട്ട് തിരിച്ചുപോയി. അവരറിഞ്ഞതുമില്ല, അവരെ അത് ബാധിച്ചതുമില്ല, അവരെ അത് ആവേശം കൊള്ളിച്ചതുമില്ല, അവരൊന്നുകൂടെ അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചതുമില്ല. എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം? അങ്ങനെയെങ്കിലും ചോദിക്കണ്ടേ? പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരിക്കലും ഒരു ദൂതനും ഈ കൊട്ടാരത്തിൽ, ഈ ശാസ്ത്രിമാരുടെ അടുക്കൽ, ഈ പുരോഹിതന്റെ അടുക്കൽ കയറി ചെന്നില്ല. എന്നാൽ കാവൽ കാത്തു കിടന്ന ഇടയന്മാരുടെ അടുക്കൽ ദൂതൻ പോയി. കന്യകയായ മറിയത്തിന്റെ അടുക്കൽ ദൂതൻ പോയി. ജോസഫിന്റെ അടുക്കൽ ദൂതൻ പോയി. അപ്പൊ ദൈവത്തിനറിയാം ഇതാർക്ക് കൊടുത്താലേ ഇത് വിനിമയം ചെയ്യത്തുള്ളെന്ന് ദൈവത്തിന് അറിയാമെങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ പെടുക എന്നുള്ളതാണ് നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പൗലോസ് വ്യത്യസ്തനായി? പൗലോസ് വ്യത്യസ്തനായത് സ്വർഗീയ പദ്ധതികളുടെ കൃത്യമായ അവതരണം എങ്ങനെയാന്ന് പൗലോസിന് മനസ്സിലായി. അപ്പൊ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, ദൈവകൃപയുടെ വ്യവസ്ഥ, ദൈവകൃപയുടെ അവതരണം എങ്ങനെയാണെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. അതോ ജാതികൾ സുവിശേഷത്താൽ യേശു ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നത് തന്നെ. അപ്പൊ പൗലോസിന് മനസ്സിലായി, ജാതികളാണോ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളാവുക എന്ന ദൈവകൃപയുടെ അവതരണം നടക്കണം. ലോകസ്ഥാപനത്തിനു മുൻപേ അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന വെളിപ്പാട് അവരുടെ മേൽ കൈമാറി വരണം.
അവരെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന തെരഞ്ഞെടുപ്പിൻ്റെ ബോധ്യം ആ ദൈവജനത്തിനുണ്ടാകണം. യേശു ക്രിസ്തുവിൽ മക്കളായി ദത്തെടുക്കേണ്ടതിന് മുൻ നിയമിച്ചിട്ടുണ്ട് എന്ന ഒരു വെളിപ്പാട് അവർക്ക് ലഭിക്കണം. അവരെ മുന്നറിഞ്ഞിട്ടുണ്ട് എന്നൊരു ബോധ്യം അവർക്ക് ലഭിക്കണം. ആമേൻ. അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് സകല ജ്ഞാനവും വിവേകവും അവർക്ക് നൽകപ്പെടണം. മഹത്തരമായ വാഗ്ദത്തങ്ങൾ അവർക്കുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ അവർ മുദ്രയിട്ടിരിക്കുന്നു എന്ന് അവർക്ക് വെളിപ്പാടുണ്ടാകണം. ഇതാണ് പൗലോസ് പറയുന്നത് ദൈവകൃപയുടെ വ്യവസ്ഥ. ആണ് പൗലോസ് പറയുന്നത്. അത് നിമിത്തം ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ. അപ്പൊ എന്തുകൊണ്ടാണ് പൗലോസ് അതിനു വേണ്ടി മെനക്കെടാൻ തയ്യാറായത്? പൗലോസ് അതിനു വേണ്ടി അധ്വാനിക്കാൻ തയ്യാറായത്? അങ്ങേർക്ക് കാര്യം മനസ്സിലായി. നമ്മളെ ഇത് വലിയ ആവേശമൊന്നും കൊള്ളിക്കുന്നില്ലെങ്കിൽ അർത്ഥം ഒന്നേ ഉള്ളൂ, നിങ്ങൾ അലസരായതുകൊണ്ടല്ല, നമുക്ക് സംഭവം പിടികിട്ടിയിട്ടില്ല. ആമേൻ. പൗലോസിനെ ഇതൊക്കെ ആവേശം കൊള്ളിച്ചത് പൗലോസിന് കാര്യം പിടികിട്ടി. അപ്പൊ ഇത് പൗലോസിന് മനസ്സിലായതാണ് പൗലോസിന്റെ ആവേശത്തിന്റെ രഹസ്യം എന്നതുകൊണ്ട് പൗലോസിനൊരു ഭയങ്കര നിർബന്ധം, ഇത് സകല മനുഷ്യർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഞാനത് ആവർത്തിച്ചു വായിച്ചു. പൗലോസ് എന്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊരു പദം എഴുതിയില്ല? അത് നടക്കുകയില്ല. ഇത് പ്രകാശിപ്പിക്കണം എന്ന് വന്നപ്പോ പുതിയ നിയമത്തിന്റെ സകലവിധ വെളിപ്പാടുകളും ഒരു ദൈവ പൈതലിന് പ്രകാശിച്ച് കിട്ടണമെങ്കിൽ അവരുടെ മേലൊരു പകർച്ച നടക്കണം. ആമേൻ. അതുകൊണ്ട് പൗലോസിനെ ശ്രദ്ധിച്ചു നോക്കി. ഇങ്ങനെ ഇത്രയും പ്രാർത്ഥിച്ചതെന്തിനാ? അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് പറയും അങ്ങേർക്ക് പ്രാർത്ഥന വരവുള്ളത് കൊണ്ടാണ്, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പറയും. അത് പൗലോസ് അത്രയും പ്രാർത്ഥിച്ചത് പൗലോസിന് പ്രാർത്ഥന വരമുണ്ട്. ഞങ്ങൾ അത്രയും പ്രാർത്ഥിക്കാത്തത് ഞങ്ങൾക്ക് അത്രയും വരം തന്നിട്ടില്ല. അല്ല, പൗലോസ് അത്രയും പ്രാർത്ഥിച്ചത് പൗലോസിനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച വെളിപ്പാടുകൾ പൗലോസിന് ദൈവം കൊടുത്തു. അതുകൊണ്ട് പൗലോസിന്റെ ദൂതുകളെല്ലാം ശ്രദ്ധിച്ചു നോക്കി. എന്ത് ദൂതാണോ പൗലോസിന് വെളിപ്പെട്ടത് ആ ദൂതിനനുസൃതമായിരുന്നു പൗലോസിന്റെ പ്രാർത്ഥന. അത് നിമിത്തം ഞാനും കണ്ടോ. അപ്പൊ അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നെന്ന് പറയുന്നത്, അത് നിമിത്തമെന്ന് പറയുന്നത് ഇത്രയും ഗൗരവമായ ദൈവികമായ സ്വപ്നങ്ങളുണ്ട് എന്നെനിക്ക് മനസ്സിലായപ്പോ അത് നിമിത്തം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ അത്രമാത്രം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ തമ്പുരാന്റെ അടുക്കൽ വെച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകും. എന്നിട്ട് നമ്മൾ അതിന് മനോഹരമായ ഒരു പേരിടും, പ്രാർത്ഥന. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളെല്ലാം തമ്പുരാന്റെ അടുക്കൽ വെച്ച് ആമേൻ പറഞ്ഞു പോകുന്നെന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഉന്നതമായ ദൈവപ്രവൃത്തിയുടെ ഒരംശമാണ് നമ്മൾ ഈ തൊടുന്നത്. ശിഷ്യന്മാര് പോലും ഒരു സമയം കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറയാൻ നിർബന്ധിക്കപ്പെട്ടു, കർത്താവേ ഞങ്ങളെ ഇതൊന്ന് പഠിപ്പിക്കുക. എന്തേ കർത്താവ് പറഞ്ഞില്ല? ഇതെന്ത് പഠിക്കാനാ? നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ എന്ന് കർത്താവിന് ചോദിച്ചുകൂടായിരുന്നോ? നിങ്ങളെ ഞാനെന്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാ? നിങ്ങൾക്ക് ആവശ്യങ്ങളില്ലേ, നിങ്ങളത് പറ, അതല്ലേ പ്രാർത്ഥന എന്ന് കർത്താവിന് പറഞ്ഞുകൂടായിരുന്നോ? കർത്താവ് അത് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥന പഠിക്കണം.
പ്രാർത്ഥിക്കാൻ പഠിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ശരി, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. ഒന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. കേട്ടോണ്ടിരുന്ന പത്രോസൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. സ്വർഗസ്ഥനായ ദൈവത്തെ ഞങ്ങൾ എന്ത് വിളിക്കണം? ഇപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആത്മബന്ധത്തിൻ്റെ വെളിപ്പാടിൽ തുടങ്ങുന്ന ഗൗരവമായ ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന. ഒരപ്പൻ്റെ അടുക്കൽ മകൻ ചെല്ലുന്നത് പോലെ, ഒരപ്പൻ്റെ അടുക്കൽ മകൾ ചെല്ലുന്നത് പോലെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരുവന്റെ പിതാവിനോടുള്ള സംസാരമാണ് പ്രാർത്ഥന. പക്ഷെ നമ്മൾ അതല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് യജമാനന്റെ ദാസന്റെ കണ്ണ് യജമാനന്റെ പക്കലേക്ക് എന്നതുപോലെയും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ എന്നതുപോലെയും. ഞങ്ങൾ ഇപ്പോഴും നോക്കുന്നത് എങ്ങനാ? ഒരു ദാസനെ പോലെ, ഒരു ദാസിയെ പോലെ, ഒരപ്പന്റെ മുഖത്ത് മകൾ എന്നതുപോലെ. എന്താ നോക്കാൻ പറ്റാത്ത? ഒരപ്പന്റെ മുഖത്ത് മകൻ എന്നതുപോലെ എന്താ നോക്കാൻ പറ്റാത്ത? എബിപ്പാസ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നമുക്ക് ഒരു മഹാപുരോഹിതനായി അവൻ ഉള്ളത് കൊണ്ട് അവൻ ധൈര്യത്തോടെ കൃപാസനത്തിങ്കൽ വരിക എന്ന വചനപ്രകാരം വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധൻ അപ്പൻ മകൻ എന്ന ബന്ധത്തിൽ ഇന്ന് പകൽ സാന്നിധ്യത്തിലേക്ക് കയറി നിൽക്കുന്ന അസാധാരണമായ നിമിഷമാണ് പ്രാർത്ഥന. ഒരു ദാസന്റെ മനോഭാവത്തിലല്ല, ഒരു മകൻ എന്ന വെളിപ്പാടിൽ, ഒരു മകൾ എന്ന വെളിപ്പാടിൽ ഇന്ന് പകൽ പിതാവിന്റെ സന്നിധിയിലേക്ക് സ്വാതന്ത്ര്യത്തോടും അധികാരത്തോടും ഇന്ന് പകൽ കയറി നിൽക്കുന്ന പുത്രത്വത്തിന്റെ വെളിപ്പാടിന്റെ പ്രാരംഭ ഘടകമാണ് പ്രാർത്ഥന. ഈ സ്നേഹപൂർവം അപ്പനോട് വഴക്കുണ്ടാക്കിയ മക്കൾ ഇവിടെ ഉണ്ടോ? വളരെ സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും സ്വന്തം അപ്പനോട് വഴക്കടിച്ച മക്കൾ ഇവിടെ ഇരിപ്പുണ്ടോ? ഇപ്പൊ നിങ്ങൾ അനങ്ങാതിരിക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ തല നരച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ കുഞ്ഞു പ്രായം ഓർത്ത് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ ഡീസൻ്റ്, ഇപ്പൊ നിങ്ങൾ വഴക്കുണ്ടാക്കുകയില്ല, ഇപ്പൊ നിങ്ങളൊന്നും ചെയ്യല, നിങ്ങളുടെ തല നരച്ചു പോയി, പ്രായമായി. എൻ്റെ പൊന്നു പാസ്റ്ററെ 10-60 ആയില്ലേ, ഇപ്പോൾ എന്ത് വഴക്കുണ്ടാക്കാൻ? ഇപ്പോഴത്തെ കാര്യമല്ല. കുഞ്ഞുപ്രായത്തിൽ വഴക്കുണ്ടാക്കി എത്ര പേരുണ്ട്? കൊച്ചിക്കാരൊക്കെ എന്ത് ഡീസൻ്റ്. ആ സ്വാതന്ത്ര്യത്തോടെ വരാനല്ലേ കർത്താവ് പറഞ്ഞേ? അല്ലേ? ആ സ്വാതന്ത്ര്യത്തോടെ. ഇതല്ലേ പറഞ്ഞത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പം നമുക്കത് വിളിക്കാൻ എന്താ മടിയെന്നറിയാവോ? ബ്രദറെ, കുറച്ചുകൂടെ ഞങ്ങളൊന്ന് കൃപ പ്രാപിച്ച് വിശുദ്ധി പ്രാപിച്ചിട്ട് ചെയ്താൽ പോരെ? ആമേൻ. 3 വട്ടം കോഴി കൂകുന്നതിന് മുൻപ് തള്ളിപ്പറയാനിരിക്കുന്ന മനുഷ്യൻ്റെ തള്ളിപ്പറച്ചിലിൻ്റെ നാഴിക അറിഞ്ഞിട്ടും കർത്താവ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ വിളിച്ചോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മളിനി ശരിയായിട്ട് പറയാനിരിക്കുവാണോ? ഇതാരോടാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? മാർവത്ത് ചാരി ഇരുന്നിട്ടും ഞാൻ മത്സ്യം പിടിക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല, പൊക്കോളൂ എന്ന് പറയാൻ മടിക്കുന്ന യോഹന്നാൻ ഉൾപ്പെടെയുള്ളവരോട് കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്ക്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അല്ല, ധൈര്യത്തോടെ പറയാനല്ലേ പറഞ്ഞേ? അപ്പൊ നമ്മളിപ്പോ എന്താ പറയുന്നത്? ആ തള്ളിപ്പറച്ചിലിന്റെ പ്രകൃതം കൂടെ മാറിയിട്ട് വേണം ഞങ്ങൾക്ക് ധൈര്യത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ധൈര്യത്തോടെ വിളിക്കുമാറ് ദൈവസ്നേഹത്തിൻ്റെ പകർച്ച അവൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം ദാനമായി പകർന്നതുകൊണ്ട് ആരും ഇന്ന് പകൽ മാറി നിൽക്കല്ല. ധൈര്യത്തോടെ ഈ കർത്താവിൻ്റെ മുഖത്ത് നോക്കി ഇന്ന് പകൽ നമുക്ക് വിളിക്കാൻ കഴിയട്ടെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിന്നെ കർത്താവ് എന്തെല്ലാം പറഞ്ഞു? അവൻ്റെ നാമം, അവൻ്റെ രാജ്യം, അവൻ്റെ ഇഷ്ടം, അവൻ്റെ സ്വഭാവം, അവൻ്റെ കരുതൽ, അവൻ്റെ ക്ഷമ, ഇതെല്ലാം പറഞ്ഞു വന്നതിനകത്തൊരു കാര്യം പറഞ്ഞു, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണേ. ആ ഒരൊറ്റ കാര്യം മാത്രം അടർത്തി മാറ്റി എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിനെ ഞാൻ പ്രാർത്ഥന എന്ന് വിളിച്ചാൽ നമ്മളെ മണിക്കൂറുകളുടെ പ്രാർത്ഥനയുടെ ആകെ തുക എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു, പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, പിന്നെ ഒന്നുകൂടെ പറഞ്ഞു. ഇങ്ങനെ 4 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാൽ അത് ചെയ്തു തരാമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു. എൻ്റെ വിഷയങ്ങളുടെ പരാമർശത്തിൻ്റെ ആവർത്തനം കൂടിയാൽ വേഗത്തിൽ വിടുതൽ നടക്കുമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പോലും നമ്മളോട് എന്താ പറഞ്ഞത്? അതുകൊണ്ട് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിപ്പിൻ എന്ന് ഉള്ളതിന് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ, ആമേൻ, ദൈവത്തെ ഭയമോ മനുഷ്യനെ ശങ്കയോ ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു വിധവ അവനോട് സങ്കടം ബോധിപ്പിച്ചു. അവനോ കുറെ കാലത്തേക്ക് മനസ്സില്ലാഞ്ഞു. എന്നാൽ അവൾ വീണ്ടും സങ്കടം ബോധിപ്പിച്ചു. ഏറ്റവും അവസാനം അവൻ ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ അവൾക്ക് മറുപടി കൊടുക്കാതിരുന്നാൽ അവൾ വന്ന് എൻ്റെ മുഖത്ത് അടിക്കുമെന്ന് ഭയപ്പെട്ടു. എന്നിട്ട് അവൻ എഴുന്നേറ്റ് മറുപടി കൊടുത്തു എന്ന് പറഞ്ഞ ആമൻ ആ ഉപമ വായിച്ചിട്ട് നമ്മൾ ഇപ്പോഴെന്താ പറയുന്നതെന്നറിയാമോ? അനീതിയുള്ള ന്യായാധിപന്റെ മുൻപിൽ ആമൻ വിധവയായ ബലഹീനയായ വിധവ ആമൻ മടുത്തുപോകാതെ ഇരുന്ന് ആമൻ അവസാനം അവൻ ഭയം എഴുന്നേറ്റതുപോലെ ആമൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് മറുപടി തരും എന്ന ചിന്തയാണെങ്കിൽ കർത്താവ് ഉപമ പറഞ്ഞത് അങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറയാൻ. നമ്മൾ പഠിച്ചു വച്ചത് പ്രാർത്ഥിക്കുന്നെങ്കിൽ അങ്ങനെ ആര് പറഞ്ഞതുപോലെ ആ വിധവ ആരോടാ സങ്കടം പറഞ്ഞത്? ദൈവമക്കളെ, അനീതിയുള്ള ന്യായാധിപനോടല്ലേ. നമ്മൾ ആരോടാ ഈ പറയുന്നേ? നീതിയുള്ള ന്യായാധിപനോടല്ലേ. അപ്പൊ അനീതിയുള്ള ന്യായാധിപനോട് വിധവ സങ്കടം പറഞ്ഞതുപോലെയാണോ നീതിയുള്ള ന്യായാധിപനോട് നമ്മൾ പറയുന്നത്? അടുത്ത വചനം എന്താ എഴുതി വച്ചിരിക്കുന്നത്? എന്നാൽ രാപകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവരെങ്കിലും അവൻ വേഗത്തിൽ പ്രതിക്രിയ നടത്തി നമ്മളെ രക്ഷിക്കയില്ലയോ? അപ്പൊ വിധവയുടെ മനസ്സെന്താന്നറിയോ? എങ്ങനെയെങ്കിലും സമ്മർദ്ദം ചെലുത്തി ന്യായാധിപനെ ഭയപ്പെടുത്തി വിടുതൽ നടത്തണം. അതാണ് നമ്മൾ കോപ്പി അടിക്കുന്നത്. കർത്താവ് നമ്മോട് പറയുക, ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ വേഗത്തിൽ ഉണ്ടോ? ആ വേഗത്തിൽ എന്നുള്ളതിന് തൊട്ടു മുമ്പ് ഒരു വാക്കിയിട്ടു, ദീർഘക്ഷമ ഉള്ളവൻ. ഞാൻ നിലവിളിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ വീണ്ടും നിലവിളിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ വീണ്ടും നിലവിളിച്ചു, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ കർത്താവ് ആ ഉപമ പറഞ്ഞിട്ട് അവസാനം ചോദിക്കുക, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം. കർത്താവ് ചോദിച്ചത്, എൻ്റെ ദീർഘക്ഷമ നിങ്ങളുടെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നുണ്ടോ? ഞാൻ അനങ്ങാതിരിക്കുന്നത്, ഞാൻ മിണ്ടാതിരിക്കുന്നത്, ഞാൻ എഴുന്നേൽക്കാതിരിക്കുന്നത്, ഞാൻ മറുപടി തരാതിരിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കാതിരിക്കുന്നത്
നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തെ ചോർത്തിക്കളയുന്നുണ്ടോ? എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ പ്രാർത്ഥനാക്കാരനെ കണ്ടെത്തുമോ എന്നല്ല ചോദിച്ചത്, പ്രാർത്ഥന കണ്ടെത്തുമോ എന്നല്ല ചോദിച്ചത്, വിശ്വാസം. അപ്പൊ എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? പ്രാർത്ഥന നടക്കുന്നുണ്ട് അപ്പോഴും, പ്രാർത്ഥനാക്കാരനുമുണ്ട് അപ്പോഴും. പിന്നെ എന്തുവാ ഇല്ലാത്ത? വേദപുസ്തകം പോലും നമ്മളോട് പറയുന്ന എന്താണെന്നറിയാമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ആദ്യം വിശ്വസിച്ചൊരു വിശ്വാസം ഇല്ലായിരുന്നോ? കർത്താവിനെ കണ്ടുമുട്ടി ആ സമയം ഇല്ലേ, ഒന്നും അറിയത്തില്ലായിരുന്നു നമുക്ക്. പക്ഷെ ഇന്ന് കുറെയൊക്കെ അറിയാം അല്ലേ? അത്യാവശ്യം പ്രവചനം അറിയാം, അത്യാവശ്യം സങ്കീർത്തനം അറിയാം, അത്യാവശ്യം ആത്മീയ ഗോളത്തിൻ്റെ ഏറെക്കുറെ ഉള്ള സംഭവങ്ങളെല്ലാം അറിയാം ഇല്ലേ? അപ്പോൾ ഇന്നത്തെ വിശ്വാസമാണോ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ വിശ്വാസം, അതോ അന്നത്തേതായിരുന്നോ? അല്ല, കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ വിശ്വാസം. ഇപ്പൊ അത്യാവശ്യം ഒന്ന് പ്രാർത്ഥിക്കാനും പാടാനും ഒരു കൊച്ചു പ്രാർത്ഥന നടത്താനും അങ്ങനെയൊക്കെയുള്ള ഒരാളോട് ഇച്ചിരി സുവിശേഷമൊക്കെ ഒന്ന് പറയാനും ഇടയ്ക്ക് ഒന്ന് രണ്ട് വചനമൊക്കെ ഒന്ന് ചേർത്ത് വയ്ക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമുള്ള വിശ്വാസം ഇന്നത്തെയാണോ അന്നത്തെയാണോ? ഇന്നത്തെ അല്ലേ? ഇതിലേതാ നല്ലേ? ഒന്നും. അതെന്താ അങ്ങനെ പറഞ്ഞ കർത്താവ്? എന്നാൽ നിങ്ങൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നിങ്ങൾ യേശുക്രിസ്തുവിൽ പങ്കാളികളാകുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ആദ്യ വിശ്വാസം എന്ന് പറയുന്നത് 100ൽ 100 നിഷ്കളങ്കാരം. ആ ചോദ്യം ചോദിക്കുന്ന ആ മനോഭാവത്തിന് പറയുന്ന പേരാണ് ആദ്യ വിശ്വാസം. അത് പോയി മക്കളെ, എന്നേ അത് പോയി. ഇങ്ങനെയായി. അത് പൊട്ടണം, അത് പൊടിച്ചു കളയണം. കർത്താവിന്റെ വചനം പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നിങ്ങൾ ക്രിസ്തുവേശുവിൽ പങ്കാളികൾ ആകുന്നുവല്ലോ. വർഷങ്ങൾ കഴിഞ്ഞോ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന വിശ്വാസം എവിടെയോ അഴുക്കായിട്ടുണ്ടോ എന്ന് ശോധനയാണ്. എവിടെയോ അതിൻ്റെ നിഷ്കളങ്കത പോയോ? കണ്ട് കേട്ട് അനുഭവിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നടന്നത് വായിച്ച് സംഭവിച്ചതറിഞ്ഞ് ആമേൻ, അത് കേട്ട് ഇത് കേട്ട് അതറിഞ്ഞ് ഇതറിഞ്ഞ് അത് മനസ്സിലാക്കി ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾക്കറിഞ്ഞു, ഞങ്ങൾ മനസ്സിലാക്കി, ഇങ്ങനെ പറഞ്ഞു വന്ന ഒരു വിശ്വാസമാണോ? അത് അഴുക്ക, അത് അഴുക്ക. കർത്താവ് പോലും പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്ക് വേണ്ടത് ആദ്യം. ഉണ്ടോ? ഓർത്ത് നോക്കിയേ, എന്ത് നിഷ്കളങ്കായിരുന്നത് അല്ലെ, എന്തു സൂപ്പറായിരുന്നത്. നമുക്ക് വചനമൊന്നും അറിയത്തില്ല. 66 പുസ്തകം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. ഉൽപ്പത്തി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. ആമേൻ. വെളിപ്പാട് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. വെളിപ്പാട് എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യ പേജ് മറിക്കും, ഉൽപ്പത്തി എടുക്കാൻ പറഞ്ഞാൽ അവസാന പേജ് മറിക്കും. ആയിക്കോട്ടെ, പക്ഷേ ആ വിശ്വാസം ഇല്ലേ? ഇപ്പൊ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷേ നഷ്ടപ്പെട്ടു പോയത് നമ്മളിലെ വിശ്വാസത്തിൻ്റെ നിഷ്കളങ്കത്വം. ഒരു പ്രവചനം ഉണ്ടായാൽ പോലും നമ്മൾ പല തവണ ആമേൻ അത് സെൻസർ ചെയ്ത് മാത്രമേ നമ്മൾ അകത്തോട്ടെടുക്കൂ. അത് അഴുക്ക് വിശ്വാസം. ആമേൻ. പിണങ്ങിയോ നിങ്ങൾ? ദൂത് മാറ്റുകയല്ല, ദൂത് മാറ്റുകയല്ല, അഴുക്ക് വിശ്വാസം നമ്മുടെ. കർത്താവ് പറയുന്നത്, എന്നിൽ നിങ്ങൾക്ക് പങ്കാളിത്തം വേണോ? ആദ്യ വിശ്വാസം.
ആമേൻ. ദൈവം ചെയ്യും, ദൈവം നടത്തും, ദൈവം പുലർത്തും, ദൈവം ഇറങ്ങി വരും, ദൈവം ഇടപെടും, ദൈവം കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാക്കും. ദൂതന്മാർ ഇറങ്ങി വരും, ദൂതന്മാർ ഇടപെടും, സ്വപ്നങ്ങൾ ഉണ്ടാകും, ദർശനങ്ങൾ ഉണ്ടാകും, പകർച്ചയുണ്ടാകും, അഭിഷേകമുണ്ടാകും. എന്നിട്ട് പൗലോസ് മൂന്നാമത്തെ ഭാഗം പൗലോസ് പ്രസ്താവിക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത് മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നത് എന്ന്. അപ്പൊ എത്ര കാര്യങ്ങൾ പറഞ്ഞു? കാലസമ്പൂർണതയുടെ വ്യവസ്ഥ, ദൈവകൃപയുടെ വ്യവസ്ഥ, മർമ്മത്തിന്റെ വ്യവസ്ഥ. അപ്പോൾ എനിക്കൊരു മർമ്മം അറിയാം എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നത് എന്നും പൗലോസിന് അറിയാമെന്ന് പൗലോസ് പറഞ്ഞു. അവിടെയാണ് ഭൂതങ്ങൾ പോലും ആ മനുഷ്യനെ ശ്രദ്ധിച്ചത്. ആ കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഭൂതാത്മാക്കൾ ഭയങ്കരമായി അസ്വസ്ഥതയോടെ പറഞ്ഞൊരു ശബ്ദമുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ അറിയാം. പൗലോസിനെ പരിചയമുണ്ട്. അങ്ങേരാണോ? ഞങ്ങൾക്ക് പരിചയമുണ്ട്. എങ്ങനെ പരിചയമുണ്ട്? ഞങ്ങൾ തയ്യാറാക്കുന്ന മുഴുവൻ പദ്ധതികളെയും പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു പൊളിച്ചു കളയുന്ന ആ ഒരു പ്രാർത്ഥനാ മനുഷ്യനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. എന്താ കാര്യം? അതിന്റെ കാര്യം അല്ല പൗലോസ് പറഞ്ഞത്, സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ, ആദികാലം മുതലല്ല, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം ഇന്നത് എന്ന് എല്ലാവർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കാൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് കൃപ കിട്ടി. ആ ഒറ്റ ദൂത് പുള്ളി എഴുതുമ്പോൾ ദുർഭൂതങ്ങൾ തലയിൽ കൈവച്ചിട്ടുണ്ട്. ഇവനെ ശ്രദ്ധിക്കണം. ഇവനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ യുഗങ്ങളോളം ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാതെ കൊണ്ടു നടന്ന രഹസ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇവനറിയാം. രഹസ്യം എന്താണെന്നറിയാന്നല്ല പൗലോസ് പറഞ്ഞത്, ആ രഹസ്യം എങ്ങനെയാണ് പ്രവർത്തന നിരതമാകുന്നത് എന്ന് അവൻ എല്ലാവർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കാൻ എളിയവനായ എനിക്ക് കൃപ കിട്ടിയിരിക്കുന്നു. അയാൾക്ക് കൃപ കിട്ടി എന്ന് പറഞ്ഞാൽ പിശാചിന് കുറെ കൂടെ അംഗീകരിക്കാൻ പറ്റും. പക്ഷെ അയാൾ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് കൃപ കിട്ടി എന്നല്ല, സകല മനുഷ്യർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കാൻ എളിയവനായി എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിക്കുന്നത് ആത്മാവ് തരുന്ന അത്ഭുതകരമായ പ്രകാശനത്തെ ആമേൻ സകല മനുഷ്യർക്കും വിഭാഗിച്ചു കൊടുക്കാൻ, ആമേൻ പ്രകാശിപ്പിച്ചു കൊടുക്കാൻ ദൈവം ഇന്ന് പകൽ ആരുടെയൊക്കെയോ മേൽ ഇന്ന് പകൽ ഒരു കൃപയെ ദൈവാത്മാവ് പകരുകയാണ്. അവരുടെ ആ കാര്യം എഴുതി കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞുണ്ടോ, അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരാൻ കാരണമായ സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിൽ ഞാനോ ആ പ്രകാശനം എല്ലാവർക്കും ആമേൻ വിഭജിച്ചു കൊടുക്കാനുള്ള ഒരു ഭയങ്കര നിയോഗം അദ്ദേഹത്തിൻ്റെ മേൽ വന്നെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അത് പ്രകാശിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായത്? പ്രാർത്ഥനയിലൂടെ. അവിടെയാ പൗലോസ് അങ്ങനെ പറഞ്ഞു. എന്നാൽ ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കും. ആ പ്രകാശനത്തിലൂടെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. ഇവിടെ എല്ലാം പൗലോസ് പഠിപ്പിക്കാനുള്ള ശ്രമം അല്ല നടത്തുന്നത്. പൗലോസ് നടത്തുന്നത് ഇവരുടെ മേലെല്ലാം ഒരു പകർച്ച നടക്കണം.
അതിശക്തമായ ആത്മാവിൻ്റെ പകർച്ച ദൈവജനത്തിന് മേൽ നടക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ദൈവസഭയ്ക്കകത്ത് നടക്കണം. ജ്ഞാനത്തിൻ്റെ പകർച്ച ദൈവസഭയ്ക്കകത്ത് നടക്കണം. വെളിപ്പാടിൻ്റെ പകർച്ച ദൈവസഭയ്ക്കകത്ത് നടക്കണം. പകർച്ചയെ സ്നേഹിക്കണം. പിന്നെയും പിന്നെയും ആത്മാവിൻ്റെ പകർച്ചകൾ നമ്മുടെ മേൽ നടക്കാൻ, ആമേൻ, അതിനെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങണം. പകർച്ചയുടെ രഹസ്യം എന്ന് പറയുന്നത് പകർച്ചയെ സ്നേഹിച്ചു തുടങ്ങൂ. നിങ്ങളുടെ മേൽ അത്, ആമേൻ, വന്നു ചേരാൻ തുടങ്ങും. നിങ്ങൾ അഭിഷേകത്തെ സ്നേഹിക്കൂ, നിങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിച്ചു തുടങ്ങും. നിങ്ങൾ വെളിപ്പാടിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ അതിനെ സ്നേഹിക്കൂ. ഇന്ന് പകൽ പ്രാപിക്കുന്ന ഏറ്റവും ഭയങ്കര വിശേഷപ്പെട്ട അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പുതിയ പകർച്ച ഇന്ന് പകൽ ഏറ്റെടുക്കണം. സൗഖ്യമല്ലേ പാസ്റ്ററെ ഞങ്ങൾ ചോദിക്കണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് സൗഖ്യം ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാം, എന്നാൽ നിങ്ങൾക്കൊരു പകർച്ചയും ചോദിച്ചു പ്രാപിച്ചുകൊണ്ട് പോകാം. ഒരു പകർച്ചയാണ് നിങ്ങൾ പ്രാപിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ പോകുന്ന വഴിയിൽ നിങ്ങൾ സൗഖ്യമാകാം, പോകുന്ന വഴിയിൽ വിടുതൽ നടക്കാം. നിങ്ങളുടെ, ആമേൻ, ഭവനത്തിനകത്ത് ചെല്ലുമ്പോൾ അത് സംഭവിച്ചു തുടങ്ങുക. കാരണം നിങ്ങൾ പ്രാപിച്ചത് ഒരു അസാധാരണമായ പകർച്ചയാണ്. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ഞാൻ നിങ്ങളെക്കാൾ ഏറെ അന്യഭാഷയിൽ സംസാരിക്കുന്നു പറഞ്ഞാൽ, നിങ്ങൾ 1 മണിക്കൂർ പറയുന്നെങ്കിൽ ഞാൻ 2 മണിക്കൂർ പറയുന്നു എന്നുള്ള അർത്ഥമല്ല. നിങ്ങൾ പറയുന്നതിനേക്കാൾ അഗാധമായ തലത്തിൽ, ആഴമായ തലത്തിൽ, ഉന്നതമായ തലത്തിൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. ഈ വർത്തമാനകാലത്ത് അതെല്ലാം പോയെങ്കിൽ ഇന്ന് പകൽ അതിനെയെല്ലാം ഒന്ന് മടക്കി പിടിക്കേണ്ടതിന് ദൈവസഭ ഉണർന്നു കൊടുക്കുക. ദൈവമേ, എന്റെ മേലൊരു ജ്ഞാനത്തിന്റെ പകർച്ച ഇടണം, എന്റെ മേലൊരു വെളിപ്പാടിന്റെ പകർച്ച ഇടണം. എനിക്ക് ദൈവീക രഹസ്യങ്ങളെ, ആമേൻ, അതിന്റെ കലവറകളെ തുറന്നു കിട്ടണം. ഇന്ന് വരെ എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചിട്ടില്ലാത്ത അഗാധമായ ദൈവവചനത്തിന്റെ സത്യങ്ങളെ എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച് കിട്ടുമാറ് ഒരു പകർച്ച എന്റെ മേലിടുക. നിങ്ങൾ പൗലോസിന്റെ പ്രാർത്ഥനയെ വിശ്വസിക്കുന്നുണ്ടോ? ആ എഫെസോസിലെ സഭ, ആ വിശുദ്ധന്മാർ, ആ വീണ്ടെടുക്കപ്പെട്ടവർ, ആ അച്ചാരം ലഭിച്ചവർ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയടിക്കപ്പെട്ടവർ, അവർക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഒരു പകർച്ച നടക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമായി വീണ്ടെടുപ്പിന്റെ വെളിപ്പാടിലേക്ക്, രക്ഷയുടെ വെളിപ്പാടിലേക്ക്, വിശുദ്ധൻ എന്ന പദവിയിലേക്ക് വന്ന ജനത്തിനു വേണ്ടി ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. ഇത് പോരാ, അവരുടെ മേൽ ജ്ഞാനത്തിന്റെ പകർച്ച നടക്കണം, അവരുടെ മേൽ വെളിപ്പാടിന്റെ പകർച്ച നടക്കണം, അവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം, അവർ കാര്യങ്ങൾ അറിയണം. അവിടെയും പൗലോസ് പഠിപ്പിക്കാനുള്ള ശ്രമം അല്ല നടത്തുന്നത്. പൗലോസ് നടത്തുന്നത് ഒരു പകർച്ചയിലൂടെ അവരിത് സ്വയം ഗ്രഹിക്കാനുള്ള പ്രാപ്തിയിലേക്ക് വരണം. അത് പൗലോസ് അനുഭവിക്കുകയല്ലേ. നോക്കി, അതെന്തൊരു വാക്യം നോക്കി. സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന രഹസ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്ന് അല്ലേ. അത് പത്രോസ് പിന്നീട് പറഞ്ഞു ഓർക്കുന്നുണ്ട്. ഇത് യുഗങ്ങളോളം ആർക്കും അറിവായി വന്നിരുന്നില്ല, എന്നാൽ ഇപ്പോഴോ അവന്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ ഇത് നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് കുനിഞ്ഞു നോക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരും ഇഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ദൂതന്മാർ ഇപ്പോൾ ഇഷ്ടപ്പെടുക, ആമേൻ, ഈ ചർച്ചിനകത്തേക്ക് ഈ ദൂതിൻ്റെ പ്രകാശനം ഇറങ്ങി വരുമ്പോൾ ഭയങ്കരമായ സന്തോഷം ഇവിടെയുള്ള ദൂതന്മാർക്കുണ്ട്. അവരിതിലേക്ക് കുനിഞ്ഞു നോക്കുക, അവർ സന്തോഷിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമുക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? അപ്പൊ ദൂതന്മാർ എന്തുകൊണ്ടാ സന്തോഷിക്കുന്നത്? അല്ലോ, അതിലേക്ക് കുനിഞ്ഞു നോക്കാൻ ദൈവത്തിന്റെ ദൂതന്മാരും ഇപ്പോൾ
ഇഷ്ടപ്പെടുന്നു. ദൂതന്മാർക്ക് എന്താണ് ഇത്ര വലിയ ദാഹം, ഇത്ര വലിയ ആഗ്രഹം? തിരുവെഴുത്ത് എന്താ പറയുന്നത്? തിരുവെഴുത്ത് പറയുന്നത് ദൂതന്മാർ വിശുദ്ധന്മാർക്ക് സന്ദേശം അറിയിക്കുന്നു എന്നല്ല. പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധന്മാർ ദൂതന്മാർക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ ഗ്രഹിപ്പിക്കുന്നെന്ന്. അതാ 3-ാമത്തെ അധ്യായം പൗലോസ് പറയുന്നത്. സകലം സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറിഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് സകല മനുഷ്യർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം ഉണ്ടോ. അപ്പൊ ഇങ്ങനെയൊരു ഭയങ്കര പ്രവർത്തനം ആത്മമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ കോടിക്കണക്കിന് ദൂതന്മാർ ഇപ്പോൾ ഇറങ്ങി നിൽപ്പുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കോടാനുകോടി ദൂതന്മാർ, അധികാരങ്ങളും വാഴ്ചകളും ഇറങ്ങി നിൽക്കുന്ന അത്ഭുതകരമായ ഒരു ഇടപെടലിന്റെ സമയത്താണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ദൂതിനെ സമീപിക്കുന്നത്? നമുക്ക് ഈ ദൂതിനോട് എന്തുമാത്രം ഇഷ്ടമുണ്ട്, നമുക്ക് എന്തുമാത്രം താല്പര്യം തോന്നുന്നുണ്ട്, നമ്മൾ എന്തുമാത്രം വിരസതയിലാണ്, അലസതയിലാണ്, ഇതെല്ലാം ആര് ശ്രദ്ധിക്കുന്നുണ്ട്? അപ്പൊ ദൈവദൂതന്മാർക്കറിയാം ഈ ആളിന് എന്തുമാത്രം ഇതിനോട് ദൂതന്മാർക്കറിയാം. ഈ നമുക്ക് വല്ലതും കിട്ടുവന്ന ദൂത് വരുമ്പോഴുള്ള ഉത്സാഹമാണോ, അതിൻ്റെ ഒരു ചാർജാണോ, ഇന്ന് വിടുതൽ നടക്കും എന്ന് പറയുമ്പോൾ ഒരു കത്തലാണോ, അതോ ദൈവ സത്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു ഉത്സാഹമാണോ? ഇത് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് എന്നേ ദൂതന്മാർക്ക് മനസ്സിലായി. അവർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്ത്? ഞങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഇരുളിന്റെ കനമെന്താ? ഞങ്ങൾ താമസിക്കുന്ന പട്ടണത്തിൽ ആത്മമണ്ഡലത്തിൽ എന്തെല്ലാം ചലനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ താമസിക്കുന്ന പട്ടണത്തിനകത്ത് പൈശാചികമായ ശക്തികളുടെ സ്വാധീനം എത്രമാത്രം തകർന്നു തുടങ്ങി? ഞങ്ങൾ താമസിക്കുന്ന പട്ടണം എത്രമാത്രം ആത്മമണ്ഡലം തുറക്കപ്പെടുന്നു? ഇങ്ങനെയുള്ള ചിന്തകളിലാണ് ഇതിനകത്തൊരു കൂട്ടരിയ്ക്കുന്നത്. അവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ മേലൊരു പുതിയ പകർച്ച യേശുവിന്റെ നാമത്തിൽ. മൂന്നാമത്തെ അധ്യായത്തിൽ രഹസ്യത്തിന്റെ പ്രവർത്തനം എന്ന് പൗലോസ് പറയുന്നത് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവം സ്വപ്നം കൊടുത്ത ഒരു ഭയങ്കരമായ അധികാര കേന്ദ്രമാണ് സഭ. ആ സഭ പ്രവർത്തിക്കേണ്ടത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധനിലാണ്. അതാ പൗലോസ് പറയും, അതാ യേശു കർത്താവ് പറഞ്ഞത്, അതിനെ പാതാള ഗോപുരങ്ങൾ. ഞാൻ വീണ്ടെടുത്തിരിക്കുന്ന വിശുദ്ധനിൽ ഞാൻ പണിയുന്ന ദൈവസഭയെ പാതാള ഗോപുരങ്ങൾ കീഴടക്കത്തില്ല. അതുകൊണ്ട് എന്താ ആ കാലഘട്ടത്തിൽ പുതിയതായി ഒരു പട്ടണത്തിൽ ആരെ അയക്കണമെന്ന് സ്വർഗത്തിൽ ഒരു ചോദ്യം വന്നാൽ വേഗത്തിൽ മറുപടി ഉണ്ടായിരുന്നു പൗലോസ്. എഫേസോസിൽ ആരെ വിടും? കൊരിന്തിൽ ആരെ വിടും? റോമിൽ ആരെ വിടും? ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇനി എനിക്ക് ചുറ്റി സഞ്ചരിക്കാൻ ഇവിടെ സ്ഥലം. ഭൂതങ്ങൾ പറഞ്ഞു തുടങ്ങി, അവൻ അപകടകാരിയായ പ്രാർത്ഥനാക്കാരനാണ്, അവനെ ശ്രദ്ധിക്കണം, അവൻ ഈ പട്ടണത്തിൽ കാലുകുത്തിയാൽ ഇതിനകത്ത് വിശുദ്ധനെ അവൻ എഴുന്നേൽപ്പിക്കും. വിശുദ്ധനെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത്, വിശുദ്ധന്റെ ഹൃദയദൃഷ്ടിയെ തുറന്നു കൊടുക്കുമാറ് വിശുദ്ധന്റെ മേൽ അവൻ ഒരു പകർച്ചയെ കൊണ്ടുവരും.
സഭ എന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ നിങ്ങളോ. സഭ മുഖാന്തരം അറിവായി വരുന്നു എന്നുള്ളത് നിങ്ങൾ മുഖാന്തരം അറിവായി വരണം. സ്വർഗീയ ഇടങ്ങളിലുള്ള വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തോട് മത്സരിക്കുന്നവരുമായ ദൂത സഞ്ചയത്തിന് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തെ അറിയിച്ചു കൊടുക്കാൻ അനാദി കാലം മുമ്പ് സ്വർഗം ഡിസൈൻ ചെയ്ത ദൈവസഭ എന്ന് പറയുന്ന അധികാര കേന്ദ്രം നിങ്ങളെ വെച്ചാ ഡിസൈൻ ചെയ്തേ. അന്ന് നമ്മുടെ പേര് ഇതാ പൗലോസിന്റെ നിർബന്ധം കിടക്കുന്നത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിച്ച പ്രവർത്തനം ഈ വിശുദ്ധനിൽ നടക്കണം. അല്ലാതെ അവന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓടി വന്ന് പ്രാർത്ഥിച്ച് പ്രാപിച്ചു പോകുന്ന ഒരു സംവിധാനമായി കൂട്ടായ്മ ഒതുങ്ങിപ്പോകരുത് എന്ന് അവന് നിർബന്ധമുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. എന്നെ ഈ ദിവസങ്ങൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ല ആ ചോദ്യം എനിക്ക് തിരിച്ചു വിട്ടേക്കണം. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ ഉണ്ടോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഉടുത്തോ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഉറങ്ങിയോ? ഉണ്ടു, ഉടുത്തു, ഉറങ്ങി. ഇപ്പൊ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പിന്നെ ഇത് മാത്രം നിങ്ങളുടെ പ്രാർത്ഥനയായത് എന്തുകൊണ്ടാണ്? അപ്പൊ കർത്താവ് ചോദിക്കുകയല്ലേ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഫ്രീ ആയിട്ട് തന്നോണ്ടിരുന്നത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ നിന്റെ സ്വന്തം വിഷയം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കലായിരുന്നല്ലോ? ഇല്ല. അന്ന് തന്നെ എങ്ങനെയാ വന്നേ? പോരാടിയോ? പിന്നെ പ്രാർത്ഥിച്ചോ? പിന്നെ അഴിച്ചോ? കെട്ടിയോ? ഒന്നും ചെയ്തില്ലല്ലോ. സുഖമായിട്ടുണ്ടു, സുഖമായിട്ട് ഉറങ്ങി, സുഖമായിട്ട് ഉടുത്തു. ഇപ്പൊ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ നമ്മുടെ ഫുൾ ടൈം നമ്മുടെ പരിപാടി ഉണ്ണണം, ഉടുക്കണം, ഉറങ്ങണം, യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. ദൂതന്മാർ ചോദിക്കുന്നു, ഇവൻ പണ്ട് ഫ്രീ ആയിട്ട് അനുഭവിച്ചല്ലേ ഇതല്ലേ? അല്ലേ? പണ്ട് സൗജന്യമായിട്ട് പ്രാപിച്ചോണ്ടിരുന്നല്ലേ ഇവരിത്? ഇപ്പോഴോ? ഇപ്പൊ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്റെ വിചാരം ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം പ്രാപിച്ചോണ്ടിരിക്കും. സഹോദര, പണ്ട് പ്രാർത്ഥിക്കാതെ കിട്ടിക്കൊണ്ടിരുന്നത് നിന്നെ വീണ്ടും അതിനു വേണ്ടി മല്ലു പിടിക്കാനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നീ ദേശത്തെ പിടിക്കണം. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന് അവനെ താമസിപ്പിക്കുന്ന പട്ടണത്തിലെ ആത്മമണ്ഡലത്തെ കൈകാര്യം ചെയ്യാൻ ഒരു ഭയങ്കര നിയോഗം കിടപ്പുണ്ട്. അവന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പാർക്കുന്ന ദേശത്തിന്റെ ആത്മമണ്ഡലത്തിന്റെ മേൽ നിങ്ങളുടെ മേലാണ് അധികാരം കിടക്കുന്നത്. ശിവന്റെ നാമത്തിൽ. ഇതാണ് പൗലോസിനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിക്കും സകല കുടുംബത്തിലും പേർ വരാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ അകത്തെ മനുഷ്യൻ അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ ഒന്ന് ബലപ്പെടട്ടെ. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ നിങ്ങൾ ആ ദേശത്ത് താമസിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇന്ന് പകൽ ദൈവം ചോദിക്കുന്നു, അവിടെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ കനമെത്രയാ? നിങ്ങളുടെ പ്രാർത്ഥനയാൽ, നിങ്ങളുടെ യുദ്ധത്താൽ, നിങ്ങളുടെ കൽപ്പനയാൽ, നിങ്ങളുടെ ജീവിത ശൈലിയാൽ ആ വ്യാപരിക്കുന്ന ശക്തിയുടെ ബലം എന്തുമാത്രം കുറഞ്ഞിട്ടുണ്ട്.
നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയാൽ ആ ദേശം എന്തുമാത്രം വെളിച്ചത്തിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ നിരന്തരമായ ആത്മയുദ്ധത്തിൻ്റെ അനുഭവത്തിൽ, അതിൻ്റെ വെളിച്ചത്തിൽ എന്തുമാത്രം വ്യത്യാസം ആ ദേശത്തുണ്ടായിട്ടുണ്ട്. അവിടുത്തെ ആത്മമണ്ഡലം എത്രമാത്രം തുറന്നിട്ടുണ്ട്, എത്രമാത്രം അവിടെ ഒരു ഫ്രീഡം ചലിക്കുന്നുണ്ട്, എത്രമാത്രം വിശുദ്ധന്മാർ അവിടെ എഴുന്നേൽക്കുന്നുണ്ട്, എത്രമാത്രം കുടുംബങ്ങൾക്കകത്ത് ഒരു പ്രകാശം വീഴുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒന്നാം ഭാഗമാണ് പൗലോസിന്റെ പ്രാർത്ഥന. മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവരുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അപ്പം ഈ ആത്മയുദ്ധത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്നെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മളിലെ അകത്തെ മനുഷ്യൻ എവിടെയോ ബലഹീനനാണ്. കാഴ്ചപ്പാടുകളുടെ അപര്യാപ്തത ഉണ്ടാകാം, വിശ്വാസത്തിൻ്റെ കുറവ് ബാധിക്കുന്നുണ്ടാകാം, എവിടെയോ ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടാകാം, എവിടെയോ അവിശ്വാസം നമ്മളിൽ ആധിപത്യം പുലർത്തുന്നുണ്ടാകാം, എവിടെ ആത്മമനുഷ്യൻ സമ്പൂർണമായി സ്വതന്ത്രമായിട്ടില്ലായിരിക്കാം, എവിടെ ആത്മമനുഷ്യൻ പൂർണ്ണ ബലത്തോടെ എഴുന്നേറ്റിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാകാം ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ശൗലിൻ്റെ മേലും അഭിഷേകമുണ്ട്, ദാവീദിന്റെ മേലും അഭിഷേകമുണ്ട്. രണ്ടുപേരുടെ മേൽ തൈലമൊഴിച്ചത് സാമുവേൽ പ്രവാചകനാണ്. ഒരാൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്തില്ല, ഒരാൾ യുദ്ധം ചെയ്തു. രണ്ടുപേരുടെ മേലും തൈലം വീണില്ല. ഒരാളുടെ മേൽ തൈലമുണ്ട്, രാജകീയ പദവിയുണ്ട്, സൈന്യങ്ങളുടെ അകമ്പടിയുണ്ട്, പട്ടാളക്കാർ കൂടെയുണ്ട്, ആയുധങ്ങൾ കയ്യിലുണ്ട്, പടച്ചട്ട മേലിലുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒന്നും ചെയ്തില്ല. എന്നാൽ ദാവീദ് എന്ന് പറയുന്നവൻ, അവൻ്റെ മേൽ അഭിഷേകമുണ്ട്, രാജകീയ പദവിയില്ല, സൈന്യമില്ല, പടച്ചട്ടയില്ല, ഒന്നുമില്ല. അവൻ അഗാധമായ ഒരു വെളിപ്പാട് അവൻ്റെ അകത്ത് കിടപ്പുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം എൻ്റെ യുദ്ധമല്ല, അത് യഹോവയ്ക്കുള്ളതാ. പക്ഷെ അത് ചെയ്തെടുക്കുന്നത് എന്നിലൂടെയാണ് ചെയ്തെടുക്കുന്നത് എന്ന വെളിപ്പാട് ദാവീദിന്റെ മേൽ വന്നപ്പോൾ അയാൾ പടക്കളത്തിൽ ഇറങ്ങിയതുപോലെ ഈ 2025 വിശുദ്ധന്മാർ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കട്ടെ. ആ മൂന്നാമത്തെ ഭാഗം പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കണം. കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്നും തമ്പുരാന് വേണ്ടിയില്ല, തമ്പുരാൻ ചെയ്യും. ദൈവകൃപയുടെ വ്യവസ്ഥയിൽ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അത് ദൈവമാണ് ചെയ്യുന്നത്. എന്നാൽ മർമ്മത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്ന കാര്യം വരുമ്പോൾ ദൈവസഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെയും കൂടെ ചേർത്ത് നിർത്തിയാണ് ദൈവം ചെയ്യുന്നത്. അതാണ് നമ്മൾ അവനിൽ കൂട്ടവകാശികൾ. ഈ ദിവസങ്ങളിൽ എന്നെയും കൂടെ ചേർത്ത് നിർത്തി തമ്പുരാൻ വലിയ കാര്യങ്ങൾ ആമേൻ ദേശത്തിന് നടുവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കാൻ എത്ര പേരുടെ മേൽ കൃപ വ്യാപരിക്കുന്നുണ്ട്. എല്ലാ ഭവനങ്ങൾക്കകത്തും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഒരു വിടുതൽ സംഭവിക്കട്ടെ.